Dear students, in this video we are going to start a new subject, strategic cost accounting or advanced cost accounting. Okay, and now we are discuss the fourth chapter, marginal costing and throughput costing. Okay, before going to discuss what is marginal costing, we need to know what is absorption costing. ഓക്കെ, അപ്പോൾ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അപ്പോൾ ആദ്യം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്? Absorption costing is also known as full costing or total costing. It's a technique of costing. കോസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ്സ് എ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഹെൽപ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ് ടു ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് കോസ്റ്റ്, അല്ലെ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫുൾ കോസ്റ്റ് ഓർ ടോട്ടൽ കോസ്റ്റ് ടെക്നിക്. Okay, as the term itself says the meaning full cost or total cost, that is the total cost is charged to a product or cost unit. There is no separation made between a fixed cost and variable cost. അവിടെ എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്നോ വേരിയബിൾ കോസ്റ്റ് എന്നോ ക്ലാസിഫൈ ചെയ്യാതെ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും നമ്മൾ എവിടെ ചാർജ് ചെയ്യുക, ഒരു പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്താണ് ടോട്ടൽ കോസ്റ്റ് എടുത്തിട്ടായിരിക്കും നമ്മളൊരു കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്നോ വേരിയബിൾ കോസ്റ്റ് എന്നോ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാതെ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫുൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻ്റർപ്രൈസസ്. ഇതെന്താണ് സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ് എൻ്റർപ്രൈസസിന് മാത്രമാണ് സ്യൂട്ടബിൾ ആവുന്നത്. കാരണം നമ്മൾ എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്നോ വേരിയബിൾ കോസ്റ്റ് എന്നോ ക്ലാസിഫൈ ചെയ്യാതെ ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒരു സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ് എൻ്റർപ്രൈസ് മാത്രമേ സ്യൂട്ട് ആവുള്ളൂ. ഒരു ലാർജിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് അസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കൺവെൻഷണൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ്. അതിൽ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിലൊക്കെ മുൻപ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു കൺവെൻഷണൽ കോസ്റ്റിംഗ് ടെക്നിക് കൂടിയാണ് എന്ത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദർ ആർ മെനി ലിമിറ്റേഷൻസ് ഓർ ഡ്രോബാക്സ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ദാറ്റ് ലീഡ്സ് ടു ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ ടെക്നിക് ഈസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റിംഗ്. അതായത് ഈ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്നാൽ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിൽ നിന്നത് നമുക്ക് സൂട്ടബിൾ അല്ല. ദെൻ പറയുന്ന ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓൾസോ ചേഞ്ചസ്. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം വരും. കാരണം എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം വരാനുള്ള കാരണം നമ്മൾ പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. അതിൽ ഫിക്സഡ് ഉണ്ടാവും വേരിയബിൾ ഉണ്ടാവും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ് ആണ് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് കൂടി ചാർജ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അവിടെ കോസ്റ്റ് പെർ യൂണിറ്റിൽ വേരിയേഷൻ സംഭവിക്കും. അത് ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ പറയുന്നത് നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കുന്നതിന് പലപ്പോഴും നമ്മുടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് സൂട്ടബിൾ സെയിൽസ് മിക്സ്, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ടെൻഡർ അല്ലെങ്കിൽ പുതിയൊരു കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പല ഡിസിഷൻസിനും നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റ് നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ടോട്ടൽ കോസ്റ്റ് ചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ അലോക്കേഷൻ ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരും. നമ്മൾ ഫിക്സഡ് ഓവർ ഹെഡിനെ പ്രോപ്പറായി അലോക്കേറ്റ് ചെയ്യണം. അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് എന്തിനുണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനുണ്ട്. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടെക്നിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം. Absorption costing is a technique of costing and it is a conventional technique. It is also known as full costing or total cost technique. And the name itself suggests that the absorption costing we charge total cost to a product. There is no distinction made between the fixed and variable costs. Okay. And there are several limitations or drawbacks of absorption costing, and these drawbacks leads to introduction of new technique that is known as marginal costing. അപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. നമ്മൾ പറഞ്ഞു എന്താണ് ആ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തതിന് വേണ്ടിയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് പറയുന്നത് നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയണം. വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. നമ്മൾ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന കോസ്റ്റാണ് എന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എൻ ഓർഗനൈസേഷൻ ദർ ഈസ് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, കോസ്റ്റ് ₹5,000. വെൻ ദ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ടു 101 യൂണിറ്റ്സ്, ടോട്ടൽ കോസ്റ്റ് ഈസ് 5,040. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ 1 യൂണിറ്റ് ഇൻക്രീസ് സംഭവിച്ചപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് എത്രയാണ്, കോസ്റ്റിൻ്റെ ഇൻക്രീസ് എത്രയാണ്, 40. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്താ അഡീഷണൽ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു യൂണിറ്റ് അല്ലെങ്കിൽ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ 1 യൂണിറ്റിന് വരുന്ന കോസ്റ്റ് എത്ര, അതാണ് എന്ത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ്. അല്ലെ, മാർജിനൽ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ആ വേരിയബിൾ ആയിട്ട് വരുന്ന കോസ്റ്റുകൾ. അല്ലേ, ഒരു യൂണിറ്റ് അധികം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വരാൻ സാധ്യതയുള്ള വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് അവിടെ വരുമോ? കാരണം എന്താണ്, മാർജിനൽ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് വരാത്തതുകൊണ്ടാണ്. ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ് ആണ്. ഇത് 101 യൂണിറ്റ് ആയാലോ 110 യൂണിറ്റ് ആയാലോ അല്ലെങ്കിൽ 150 യൂണിറ്റ്സ് ആയാലും എന്തായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗിൽ വരുന്നതൊക്കെ എന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർജിനൽ കോസ്റ്റിന് നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്നും പറയാം. ഓക്കെ, അതായത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ മാർജിനൽ കോസ്റ്റിന് നമ്മൾ എന്ത് പറയും, വേരിയബിൾ കോസ്റ്റ് എന്നും പറയാം. കാരണം മാർജിനൽ കോസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, വേരിയബിൾ ഓവർ ഹെഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, വേരിയബിൾ കോസ്റ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് മാർജിനൽ കോസ്റ്റ് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ്സ്. സോ marginal cost includes all variable cost of producing an additional unit. So it is also known as variable cost under marginal costing technique. Okay, അതുകൊണ്ട് തന്നെ എന്ത് പറയാം, വേരിയബിൾ കോസ്റ്റ് എന്നും പറയാം. Okay, then marginal costing എന്താണെന്ന് നോക്കാം. Marginal costing is a technique of costing and it is also known as variable costing. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇതിനെ തന്നെ വേരിയബിൾ കോസ്റ്റിംഗ് എന്നും പറയുന്നു. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ദ പ്രോഡക്റ്റ് ഓർ കോസ്റ്റ് യൂണിറ്റ്. എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്നും ഫിക്സഡ് കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുകയും വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്, ദാറ്റ്സ് കോൾഡ് കോൺട്രിബ്യൂഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, എന്താണ് ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ എന്താണ്, ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു എ പ്രോഡക്റ്റ് ഓർ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റിലേക്ക് ഒരു വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്കാണ് എന്ത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. സെലക്ഷൻ ഓഫ് സൂട്ടബിൾ സെയിൽസ് മിക്സ് അല്ലെങ്കിൽ ന്യൂ ടെൻഡേഴ്സ്, ന്യൂ കൊട്ടേഷൻസിനൊക്കെ വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ എന്താണ്, ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റിനെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാം, ഈ ഫിക്സഡ് ഓവർ ഹെഡിൻ്റെ അലോക്കേഷൻ എന്താണ്, അലോക്കേഷൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി ഒന്നും ഉണ്ടാവില്ല. കാരണം ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് പ്രോഡക്റ്റിലേക്കും ഫിക്സഡ് കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫിക്സഡ് ഓവർ ഹെഡിൻ്റെ അലോക്കേഷൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസോ ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലിമിറ്റേഷൻസും എവിടെ ഓവർകം ചെയ്യുന്നുണ്ട്, മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, ഇറ്റ്സ് എ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. ഇൻ മാർജിനൽ കോസ്റ്റിംഗ് വി ക്ലാസിഫൈ ദ ടോട്ടൽ കോസ്റ്റിംഗ് ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോഡക്റ്റ് ഓർ കോസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യും. വേരിയബിൾ കോസ്റ്റിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർ ഹെഡ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യും. കോൺട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് പറയാം, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്നും ഫിക്സഡ് കോസ്റ്റ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് എന്ത് പറയാം, വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു എ പ്രോഡക്റ്റ്. അല്ലേ, പ്രോഡക്റ്റിലേക്ക് സെയിൽസിലേക്ക് ചാർജ് ചെയ്യുന്ന എന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ദ പ്രോഡക്ട്സ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്. അല്ലേ, ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നവരൊക്കെയാണ് പ്രോഫിറ്റിലേക്കാണ്, അതായത് കോൺട്രിബ്യൂഷനിലേക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഈസ് ചാർജ്ഡ് ടു ദ പ്രോഫിറ്റ്, അതായത് മാർജിനൽ കോസ്റ്റിംഗിലെ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ സോ ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. ദെൻ കോൺട്രിബ്യൂഷൻ ഈസ് എ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് നോൺ ആസ് കോൺട്രിബ്യൂഷൻ. ആൻഡ് നമുക്ക് വേറെ ഒന്നും പറയാം, കോൺട്രിബ്യൂഷൻ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. Okay, then the profitability of the
പ്രോഡക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിട്ടുള്ളത് അല്ലേ. കാരണം കോൺട്രിബ്യൂഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. കാരണം ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ് ആണെങ്കിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ കൂടുന്നതനുസരിച്ച് എന്താണ് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പ്രോഫിറ്റിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മാർജിനൽ കോസ്റ്റിംഗിൽ നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്താലേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺട്രിബ്യൂഷൻ. ദെൻ പറയുന്നു മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും, വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിലായിരിക്കും. കാരണം വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ സെയിൽസിലേക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, marginal costing is a techniques of costing and എന്താണ് total costs are divided into variable cost and fixed cost. Variable costs are charged to the product and fixed costs are charged against the contribution, and the contribution is the total of profit of fixed cost, or it is also called, it is a difference between sales and variable cost. Then എന്താണ് the profitability of the products depends upon the contribution അല്ലേ. കോൺട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം എന്താണ് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടും. ദെൻ എന്താണ് സ്റ്റോക്ക് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റോക്കും അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ് ഒക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും വരുന്നത്. ക്ലിയർ? ദെൻ വി മൂവിങ് ഓൺ ടു ദ അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. എന്തൊക്കെ അസംഷൻസ് ആണ് ഇവിടെ ഉള്ളത്? ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് ഓൾ കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എല്ലാ കോസ്റ്റിനെയും നമ്മൾ ഫിക്സഡും വേരിയബിൾ കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് ഫോർ ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഫിക്സഡ് കോസ്റ്റ് എന്താണ്, റിമൈൻ കോൺസ്റ്റന്റ് ആണ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ദെൻ വേരിയബിൾ കോസ്റ്റ് വേരി, ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വേരി. വേരിയബിൾ കോസ്റ്റ് മാറ്റം വരും, പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം വരില്ല. എന്തുകൊണ്ടാണ്, നമ്മൾ സെയിൽസിലേക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് എന്താണ് പ്രൊഡക്ഷൻ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാറും, പക്ഷേ എന്ത് മാറില്ല, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്തുണ്ടാവില്ല, ചേഞ്ചസ് ഉണ്ടാവില്ല. ദെൻ സെല്ലിംഗ് പ്രൈസ് റിമൈൻ കോൺസ്റ്റന്റ്. സെല്ലിംഗ് പ്രൈസ് റിമൈൻ കോൺസ്റ്റന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ പറയുന്നു പ്രൈസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്ഡ്. പ്രൈസ് ഓഫ് മെറ്റീരിയലും റേറ്റ് ഓഫ് ലേബറൊക്കെ എന്താണ്, അൺചേഞ്ച്ഡ് ആണ്. ദെൻ ദർ ഈസ് നോ സ്റ്റോക്ക്. അവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പറയുന്നു വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ്. അതായത് വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ കോസ്റ്റിൽ മാറ്റം വരുന്നുള്ളൂ. വേറൊരു ഫാക്ടർ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. The volume of production is only factor which influence the cost. So these are the assumptions of marginal costing. First one, all costs are divided into fixed and variable costs. Fixed costs remain constant for all levels of activity. Then variable costs change, but variable cost per unit does not change. Selling price remain constant. Then price of material, rate of labor remain unchanged. There is no stock. Then volume of production is only factor which influence the cost. Okay, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ assumptions പറയുന്നത്. That's all today. Thank you.